പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയം ലോകമെമ്പാടുമുള്ള എല്ലാവരും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, ആഹ്ലാദത്തോടെ ഇരിക്കണം. കാരണം നമ്മുടെ ദൈവം മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയല്ല. മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവായ ദൈവമാണ്. നമുക്കതുകൊണ്ട് ഈ ആരാധനാ സമയത്തെ ഏതെങ്കിലും തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ ദുഃഖങ്ങളൊക്കെ സന്തോഷമായി മാറുന്നതിനു വേണ്ടിയും ഒരു നിയോഗം പോലെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളെ, നമ്മുടെ നല്ല നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിക്കുന്നു, നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി ജീവിക്കുന്നു. അവൻ സുവിശേഷത്തിൽ ജീവിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. നമുക്കെല്ലാവർക്കും ആ അനുഭവം കുറേ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് കരങ്ങളൊക്കെ അടിച്ച് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഉജ്ജീവിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് നമുക്ക് ഈ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകി തൻ സ്നേഹിതരോടൊത്തു നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകി തൻ സ്നേഹിതരോടൊത്തു നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്കു ദീപം പകർന്നിടുവാൻ. ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്കു കരങ്ങളൊക്കെ അടിച്ച് നമുക്ക് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, എന്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം എല്ലാവർക്കും. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, എൻ്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവത്രേ. തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, അവിടെ സ്തുതിക്കാം ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, സ്തുതി, 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 സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ കർത്താവേ സ്തുതി, കർത്താവേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. ജീവിക്കുന്നവനായ കർത്താവേ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു.
ജീവിക്കുന്ന കർത്താവെ ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന. ദിവ്യകൂദാശയിൽ വിശുദ്ധ കൂദാശയിൽ ജീവിക്കുന്ന അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ജീവിക്കുന്നവനായ യേശുവേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. സ്തുതിക്കുന്നു യേശുവേ. ശാന്തമാവുക, ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10. ശാന്തമാവുക, ദൈവമാണെന്നറിയുക. ഈ തിരുവോസ്തിയിൽ സത്യമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ഞാനാകുന്നു ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞവൻ ജീവൻ്റെ അപ്പമായി സത്യമായി നമ്മുടെ മധ്യയുണ്ട്. അതേറ്റു പറയണമെങ്കിൽ നമുക്ക് വലിയ ബോധ്യങ്ങളും വിശ്വാസവും വേണം. ശാന്തമായിട്ട് നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പിൽ എല്ലാവർക്കും ഇരിക്കാം അല്പസമയം. നമ്മുടെ നല്ല നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ ആരാധനാ സമയത്ത് നമുക്ക് ലഭിക്കേണ്ട കുറേ നന്മകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ആ പ്രാർത്ഥനകളെ ആരാധനാ സമയത്ത് നമുക്ക് കർത്താവിന് തിരുമുമ്പിലേക്ക് വച്ചു കൊടുക്കാം. നീ ഒന്ന് കാണണമേ കർത്താവേ, എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരണമേ. ചോദിക്കുന്നവർക്ക്, നിൻ്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്നുള്ള നിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഈ ആരാധനാ സമയം നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുണ്ട്. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആരോടും പറയാത്ത വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളുമൊക്കെയുണ്ട്. ഞങ്ങളുടെ ബന്ധങ്ങളിൽ തകർച്ചകൾ വന്നിട്ടുണ്ട്. ഇന്നും ഞങ്ങളിൽ പലരും തകർച്ചകളിലാണ് ജീവിക്കുക. അതെല്ലാം മാറ്റിക്കൊടുത്ത് കർത്താവേ, നീ ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൃപയായി അതൊക്കെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ വഴി കാണാതെ, ജോലിയില്ലാതെ, അന്വേഷിച്ചിട്ടും കിട്ടാതെ കഴിയുന്ന തൊഴിൽരഹിതരെയെല്ലാം ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. തമ്പുരാനെ അവർക്ക് ആരോഗ്യവും സൗഖ്യവും ജോലി സാധ്യതകളും കൊടുത്ത് അനുഗ്രഹിക്കണമേ. അന്യനാടുകളിൽ ഈശോയെ തൊഴിൽ അന്വേഷിച്ച് പോയിരിക്കുന്ന ഓരോരോ തരത്തിൽ പുത്തൻ രാജ്യങ്ങളിലേക്ക് പോലും തൊഴിൽ തേടിപ്പോയി ഞങ്ങളുടെ ഒരു സമൂഹം ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ധാരാളം മക്കൾ പഠിക്കാനും ജോലി ചെയ്യാനുമായിട്ടൊക്കെ രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ വിശ്വാസത്തിൽ അകന്നു പോകാതെ അവർ എന്തിനു വേണ്ടി ത്യാഗം സഹിച്ചു പോയോ ആ ലക്ഷ്യങ്ങളൊക്കെ നേടി തിരിച്ചു വരാൻ അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരുപാട് കാര്യം ഞങ്ങൾക്ക് നിന്നോട് പറയാനുണ്ട്. ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടോട്ടെ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രത്യേകമായ ആഗ്രഹം. ശാന്തമായിരുന്ന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ ഒരു പൊട്ടക്കണ്ണൻ്റെ കഥ ഓർമ്മിക്കാം. എല്ലാവരുടെയും ഇടയിൽ ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത, കണ്ണുകളില്ലാത്ത ഒരു മനുഷ്യൻ, പരസഹായം കൊണ്ട് ജീവിച്ചിരുന്നവനാണ് അവൻ എന്ന് നമുക്കറിയാം. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞവൻ, വെളിച്ചമായ കർത്താവ് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. അപ്പോഴവൻ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവേ, പാപിയായ എന്നിൽ കനിയണമേ. അവൻ കടന്നു പോകുന്നത് അന്ധനായ ആൾ അറിഞ്ഞു. അവൻ കടന്നു പോകുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ. യേശു അവൻ്റെ അടുത്തെത്തി അവനെ തൊട്ട് സുഖപ്പെടുത്തി. അതിനു മുമ്പ് ചില വ്യവസ്ഥകളൊക്കെ വെച്ച്, നീ പോകണം, നിന്നെ കയ്യെ പിടിച്ച് ആരെങ്കിലും കൊണ്ടുപോയിക്കൊള്ളും, ഈ ശിലോഹാക്കളത്തിൽ പോയി നിൻ്റെ കണ്ണിലെ ഞാൻ പുരട്ടുന്ന ഈ ചെളി ചേറ് കഴുകിക്കളഞ്ഞ് വരുമ്പോൾ നിനക്ക് സൗഖ്യം പ്രാപിക്കും. അയാൾ അതുപോലെ തന്നെ പോയി കഴുകി അവൻ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്നു. ഈശോയെ കൺകുളിർക്ക് കണ്ടു ആ മനുഷ്യൻ. എന്തൊരു സന്തോഷം! തുള്ളിച്ചാടുകയാണ് ആ അന്ധൻ. പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു യേശുവോട് ചുറ്റിലും നമുക്കറിയാം. കർത്താവിനെ കാണാൻ സാധിക്കുക, അതും നമുക്ക് അജ്ഞാതമായ ചില രഹസ്യങ്ങൾ പോലെ നമ്മുടെ മുമ്പിൽ കർത്താവ് നിൽക്കുമ്പോൾ അവനെ കാണാൻ കഴിയാതെ പോവുക, എന്തൊരു ദുർഗതിയാ അത്. ചിലപ്പോൾ അടഞ്ഞുപോയ കണ്ണുകളെക്കുറിച്ചായിരിക്കും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.
അതുകൊണ്ട് കർത്താവ് തന്ന കാഴ്ചയെ ഓർത്ത് നമുക്കൊരു നിമിഷം നന്ദി പറയാം. നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് ഓർമ്മിക്കാം. ഒന്ന് കണ്ണുകളിലൊക്കെ ഒന്ന് തൊട്ട് തിരുമ്മി തലോടി. ഇതെന്തൊരു വലിയ അത്ഭുതമായ കണ്ണ്! എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം വസ്തുക്കൾ എല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം തന്ന കാഴ്ചയെ ഓർത്ത് ആദ്യമായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. നമ്മുടെ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്തിയിട്ട് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിന് സ്തുതി പറയാം. ഈശോയെ നന്ദി, ഞങ്ങൾക്ക് നൽകിയ കാഴ്ചയെ ഓർത്ത്, ഞങ്ങളുടെ കണ്ണുകൾ കാണാൻ കഴിയുന്നതായോർത്ത്, നഷ്ടപ്പെടാത്ത കാഴ്ചയെ ഓർത്ത് ഞങ്ങളുടെ കണ്ണുകളെ ഓർത്ത് ഈശോയെ സ്തുതി. ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ ദുരുപയോഗിക്കാതെ അത് വിശുദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നിന്റെ മഹത്വത്തിനായി, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ഉപയോഗിക്കാൻ കർത്താവെ സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന കാഴ്ചയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറില്ല, കണ്ണില്ലാത്തവരെ കാഴ്ചയുടെ വില അറിയാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈശോയെ ഞങ്ങൾക്ക് എന്നും പ്രഭാതം മുതൽ ഞങ്ങൾ ഉറങ്ങുന്നതോടും വരെയുള്ള സമയത്ത് ഞങ്ങൾക്ക് പലതും കാണാൻ, മനസ്സിലാക്കാനുള്ള അവസരം അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഈശോയെ സ്തുതി, സ്തോത്രം, ആരാധന. നമുക്കിനി ആ പൊട്ടക്കണ്ണൻ്റെ വലിയ ഒരാഗ്രഹമായിരുന്നു യേശുവിനെ കാണുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കാണാൻ സാധിക്കുന്നുവോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം. വചനമായി അവിടുന്ന് മാംസമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവായ യേശു, മനുഷ്യനായി തീർന്നവൻ. അന്ന് പലരും അവനെ കണ്ടിട്ട് അവനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്, തകരാറ് എന്ന് പറയുന്നത്. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെയൊക്കെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ വായിച്ചറിയുകയാണ്. ആദിയിലെ ഉണ്ടായിരുന്ന ദൈവമായിരുന്നു അവൻ മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നു. ഒരു രാത്രി അവൻ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യേ ഇരുന്നു കൊണ്ട് പലതും പറഞ്ഞു, പഠിപ്പിച്ചു, അവരുടെ പാദങ്ങൾ കഴുകി, അവസാന ഉപദേശങ്ങളൊക്കെ നൽകി. എന്നിട്ട് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, ഇതെൻ്റെ ശരീരമാണ്. നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക, ഇതെൻ്റെ രക്തമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ശരീരം അധികം രക്തം സമം വ്യക്തി എന്നൊരു സമവാക്യം നമുക്ക് ഓർമ്മിക്കാനുണ്ട്. ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്ന വ്യക്തിയാകുന്നു എന്നർത്ഥം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മകനെ, മകളെ, സഹോദരങ്ങളെ, കണ്ണ് തുറന്ന്, നമുക്ക് തമ്പുരാൻ തന്ന ആ കണ്ണുകൾ തുറന്ന് നമുക്ക് ഈ തിരുവസ്ഥയിലേക്കൊന്ന് നോക്കാം. നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ട അപ്പമായി നമ്മുടെ മധ്യയെ വസിക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് കർത്താവ് തന്നെയാകുന്നു എന്ന് തിരിച്ചറിയുക. കർത്താവ് തന്നെയാകും തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാരുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണും. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന ഗുരുവിനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല, ഭൂതമാണെന്ന് അവർ പറഞ്ഞത്. അവർ നിലവിളിച്ചു. പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ എന്ന ശിഷ്യൻ തിബേരിയോസ് കടലിൻ്റെ തീരത്ത് വെച്ച് കടലിന് അക്കരെ നിൽക്കുന്ന, തങ്ങൾക്ക് വേണ്ടി അത്താഴമൊരുക്കുന്ന ഗുരുവിനെ അവർ മനസ്സിലാക്കിയില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഗുരുവിൻ്റെ ശബ്ദം യോഹന്നാൻ തിരിച്ചറിഞ്ഞു. അത് കർത്താവ് തന്നെയാകുന്നു, ഗുരുവായ കർത്താവ് തന്നെയാകുന്നു. അത് കേട്ടയുടനെ പത്രോസ് വെള്ളത്തിലേക്ക് ചാടി നീന്തി കർത്താവിൻ്റെ അരികെ എത്തി എന്ന് നമ്മൾ സുവിശേഷത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട്. അവനെക്കുറിച്ച് ദൂഷണം പറയുന്നവരെ പോലും നമ്മൾ കേട്ടിരിക്കുക. അതൊന്നും അവനെ ഒരിക്കലും വേദനപ്പെടുത്തിയിട്ടില്ല. നമ്മളെപ്പോലുള്ളവർ അവനെ തിരിച്ചറിയാത്തതാണ് അവൻ്റെ വേദന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ഈ സമയം നമ്മുടെ മുമ്പിൽ ജീവൻ്റെ അപ്പമായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നമുക്ക് നോക്കിക്കാണാം. എന്നിട്ട് തോമാശ്ലീഹായെ പോലെ നമുക്കും വിളിച്ചു പറയാം,
ഇതെൻ്റെ കർത്താവായ ഈശോ തന്നെയാകുന്നു, ഇതെന്നെ ദൈവം തന്നെയാകുന്നു, അവനാണ് ഈ ജീവൻ്റെ അപ്പമായി എൻ്റെ കൂടെ ഈ തിരുവോസ്തിയിൽ വാഴുന്നത്. അതെല്ലാം ഓർത്തുകൊണ്ട് അവൻ്റെ നേരെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് കർത്താവും ദൈവവുമായ അവിടുത്തെ ഏറ്റുപറഞ്ഞ് ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവ്യ സ്തുതി. ഹല്ലേലൂയ. ഉചിതനായ കർത്താവേ, ജീവിക്കുന്നവനായ കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഏറ്റുപറയുന്നു. രക്ഷകനും ദൈവവുമായ അങ്ങ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, നിറയണമേ, കടന്നു വരണമേ, ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്ന അങ്ങേ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വീണ്ടും പാടാം. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്ക് ഒരിക്കൽ കൂടി ആ പാട്ട് ഏറ്റുപാടിക്കൊണ്ട് കരങ്ങളടിച്ച് സന്തോഷത്തോടു കൂടി യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു അത് നമുക്കൊരിക്കൽ കൂടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് പാടാം. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകി തൻ സ്നേഹിതരോടൊത്തു നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോടൊത്ത് നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്കു ദീപം പകർന്നിടുവാൻ. ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്ക് ദീപം പകർന്നിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, എൻ്റെ ഹൃത്തിലും ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, എൻ്റെ ഹൃത്തിലും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കാം. ഉറക്കെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, 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 ആരാധന. ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന ഈശോയെ, ജീവന്റെ വസ്തുവായ ഈശോയെ ഞങ്ങൾ അന്വേഷിക്കുന്നു. യേശു കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. നന്ദി, സന്തോഷത്തോടെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ജീവിക്കുന്നവരാകെ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം കർത്താവെ. സ്തുതി കർത്താവേ. അന്ധനായ മനുഷ്യനെ കർത്താവ് സൗഖ്യം നൽകി
സമൂഹത്തിൻ്റെ അംഗീകാരം വാങ്ങിക്കൊടുത്ത് ഇനി അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഭിക്ഷുവല്ല എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട കുറേ കൃപാവരങ്ങളുണ്ട്. നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ഭവനമായി മാറണം. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും അതുപോലെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം ദൈവമക്കളായി ജീവിക്കാൻ ഇടവരണം. ജീവിത പങ്കാളിയും മക്കളും എപ്പോഴും ദൈവ അനുഭവത്തിൽ വളർന്നു വരണം. യുവജനങ്ങളായ മക്കളൊക്കെ എവിടെ പോയാലും അവർ വിശ്വാസമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിട്ട് മാറണം. പഠിക്കുന്ന മക്കൾക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കിട്ടണം. കുഞ്ഞുമക്കളൊക്കെ സൽസ്വഭാവത്തിൽ വളർന്നു വരണം. രോഗികൾക്ക് സൗഖ്യവും വിടുതലും കിട്ടണം. അന്യനാടുകളിലൊക്കെ പോയി ജീവിക്കുന്ന മക്കൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞവർ, നമ്മുടെ അയൽക്കാർ, അല്ല നമ്മുടെ ശത്രുക്കൾ പോലും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ആ പൊട്ടക്കണനായ മനുഷ്യന് വേണ്ടിയിരുന്നത് സൗഖ്യമായിരുന്നു, വീണ്ടും കാഴ്ചയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും വീണ്ടും കാഴ്ച കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തെറ്റായ കാഴ്ചപ്പാടുകളുമായി ജീവിക്കുന്നവരില്ലേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയെന്ന് വിചാരിക്കുന്നവരില്ലേ? ഇങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരില്ലേ? അല്ലെങ്കിൽ മനുഷ്യ ബലഹീനതയാണെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ തെറ്റിലേക്ക് പോകുന്നവരില്ലേ? നമുക്ക് വേണ്ടത് വലിയൊരു ആന്തരിക സൗഖ്യമാണ്. ഈ പൊട്ടക്കിടന് കിട്ടിയതുപോലെ സൗഖ്യം നമുക്ക് ആവശ്യമുണ്ട്. നീ എന്താഗ്രഹിക്കുന്നു എന്ന് അവനോട് കർത്താവ് ചോദിച്ചപ്പോൾ, കർത്താവ് എനിക്ക് സൗഖ്യം കിട്ടണം. അന്ധനെന്താഗ്രഹം ഒന്ന് കാണാൻ, മൂകനെന്താഗ്രഹം ഒന്ന് മിണ്ടാൻ, എന്നുള്ളിലും പ്രഭു ഏറെ ദാഹം ഒന്ന് കാണാൻ, നിന്നോട് ഒന്ന് മിണ്ടാൻ. ഒരു ചെറിയ കവിത അങ്ങനെയാ പോവുക. നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനുമുണ്ട്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ആഗ്രഹങ്ങളെയും ഈ അന്ധനായ മനുഷ്യൻ കർത്താവിൻ്റെ കാൽക്കൽ വെച്ച് വിളിച്ചപേക്ഷിച്ചതുപോലെ നമുക്കെല്ലാ നമ്മുടെ നല്ല നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിൻ്റെ കാൽക്കൽ വെച്ച് അവൻ്റെ പാദങ്ങൾ വണങ്ങി നമുക്കെല്ലാം മനസ്സിലോർത്ത് ആ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലേക്കെല്ലാം കൃപയിടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമുക്ക് അവൻ കൃപകൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഒരു സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ വീണ്ടും സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. കർത്താവേ മഹത്വം. ചോദിക്കുന്നതെല്ലാം തരണമേ കർത്താവേ, ചോദിക്കുന്നതെല്ലാം തരണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവനാ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ഈശോയെ ചോദിക്കുന്നതെല്ലാം തരണമേ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ തിരുമനസ്സാകുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഇടയാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. തരുന്ന എല്ലാ കൃപകൾക്കും സ്തോത്രം. യേശുവെ ആരാധന, യേശുവെ മഹത്വം. കർത്താവെ സ്തുതി. ഈശോയെ നന്ദി, ഈശോയെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യ
ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന.